Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. US വിപണിയെ സംബന്ധിച്ച് ഡൗ ജോൺസ് വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഒരു പുതിയൊരു സർവകാല ഉയരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ S&P 500ഉം നാസ്ഡാക്കും നേരിയ ഒരു ഇടിവോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തത്. എങ്കിൽ പോലും വീക്ക്ലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് സൂചകങ്ങൾ ഒരു നേട്ടത്തോടു കൂടി തന്നെയായിരുന്നു കഴിഞ്ഞൊരു വീക്ക് ക്ലോസ് ചെയ്തതെന്ന് പറയാൻ സാധിക്കും. മുന്നോട്ടേക്കുള്ള സെഷനുകളിൽ US വിപണിയെ സംബന്ധിച്ച് നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, അണ്ടർടോൺ അമേരിക്കൻ വിപണിയിൽ നോക്കുമ്പോഴേക്കും രണ്ട് ഇൻഡെക്സിൽ, അതായത് നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ രണ്ടിലും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് രണ്ട് ഇൻഡെക്സിലും ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഡൗ ജോൺസ് കേസിൽ ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 42,650 പോയിന്റ് ആയിരിക്കും. ആൻഡ് ഓൾറെഡി ഒരു നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ലെവൽ 41,800 പോയിന്റും ആയിരിക്കും. നാസ്ഡാക്ക് 100 ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് 20,000 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവല്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചത്തെ ഒരു വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 20,000, 20,400 ഈ ഒരു റേഞ്ചിലായിരിക്കണം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ റെസിസ്റ്റൻസ് കാണാൻ പോകുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡിനെ സംബന്ധിച്ച് നിലവിലെ ഒരു മോർണിംഗ് സെഷനിൽ ഒരു മുന്നേറ്റമാണ് ക്രൂഡിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് 0.52% ഒരു മുന്നേറ്റം പ്രകടമാക്കുന്നുണ്ട്. ബാരലിന് 71.91 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. WTI സംബന്ധിച്ച് 0.5% നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ക്രൂഡിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? WTI ക്രൂഡ് ആൻഡ് ബ്രെന്റ് ക്രൂഡ് രണ്ടിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് നമുക്ക് WTI ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്ന 65, 67 ഈ ഒരു റേഞ്ചിൽ ഒരു നല്ല സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $73 ആയിരിക്കും. 73ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു റെസിസ്റ്റൻസ് $79. 79ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ഗോൾഡും ശക്തമായൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് നിലവിൽ നോക്കുകയാണെങ്കിൽ ട്രൈ ഔൺസിന് 2,653 എന്നൊരു റേഞ്ചിലാണ് ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ നമുക്ക് വ്യാഴാഴ്ചത്തെ ട്രേഡിലായിരുന്നു ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിച്ചത്. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ് സ്വർണത്തിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. സ്വർണത്തിൽ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 2,730, അതിനെ തുടർന്ന് 2,760. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 2,620 ആഭ്യന്തര വിപണിയിൽ 26,178.95 എന്നുള്ള റേഞ്ചിൽ ഓൾമോസ്റ്റ് ഒരു 38 പോയിന്റിന്റെ നഷ്ടത്തോടു കൂടിയിട്ടാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. എങ്കിലും വെള്ളിയാഴ്ചത്തെ സെഷനിൽ 26,277 എന്നുള്ളൊരു പുതിയൊരു റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. അവസാന മണിക്കൂറുകളിലാണ് ഒരു സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയെ സംബന്ധിച്ച് കടന്നു വന്നിരുന്നത്. ഇന്നിപ്പോൾ നിഫ്റ്റി ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് നിഫ്റ്റി 50യിൽ നമ്മൾ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നിമിഷങ്ങളിൽ കണ്ടൊരു സെല്ലിംഗ്, ഇറ്റ്സ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. അത് എന്തെന്നാൽ 26,200 പോയിന്റ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് ഞാൻ കാണുന്നത്. 26,200ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്തൊരു റെസിസ്റ്റൻസ് 26,400, അതിനെ തുടർന്ന് 26,600 പോയിന്റിലും ആയിരിക്കും. അറ്റ് ദിസ് പോയിന്റ് നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത് നിഫ്റ്റി ഇൻഡെക്സിൽ. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 25,850ന്റെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
നിഫ്റ്റി ബാങ്ക് സൂചികയിൽ 541 പോയിന്റിന്റെ നഷ്ടമാണ് അവസാന നിമിഷം രേഖപ്പെടുത്തിയത്. 53,834 എന്നൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ടിട്ടുള്ള ബാങ്കിങ് ഓഹരികളെല്ലാം തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തിരുന്നു. HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊട്ടക് ബാങ്ക് പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് 1.5% ഒരു നഷ്ടത്തോടു കൂടിയാണ് അവസാന നിമിഷവും ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് വെള്ളിയാഴ്ച നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. സോ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് നമുക്ക് ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിൽ നമുക്കൊരു ചെറിയ ഷോർട്ട് ടേം പ്രഷർ നേരിടാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ബാങ്കിങ് സ്റ്റോക്സിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 53,750 ആയിരിക്കണം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഒരു 400 മുതൽ 700 പോയിന്റിന്റെ കറക്ഷൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. ഇത് എസ്പെഷ്യലി നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് HDFC ബാങ്ക്, ആക്സിസ്, കോട്ടക് ആൻഡ് ICICI ബാങ്കിലായിരിക്കണം. PSU ബാങ്കിങ് സ്റ്റോക്സിലൊന്നും നമുക്ക് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ 10 ദിവസത്തെ ട്രേഡിൽ കാര്യമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് റിസ്ക് ഇൻ PSU ബാങ്ക്സ് കുറവായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ ഏറ്റവും അധികം ലീഡ് ചെയ്തിട്ടുള്ള ഓഹരികളിൽ റിലയൻസിനെ സംബന്ധിച്ച് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5% ഒരു നേട്ടത്തിൽ തന്നെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 3047 എന്നൊരു റേഞ്ചിലാണ് റിലയൻസ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു ലോങ് ടേം വ്യൂ എന്താണ്? നിലവിൽ റിലയൻസിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? സോ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നമുക്ക് ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ചത്തെ ട്രേഡിലൊക്കെ നമുക്ക് നല്ല നേട്ടം കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലും റിലയൻസ് ഇൻഡസ്ട്രീസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് പുതിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. കൈവച്ച് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. റിലയൻസ് ഇൻഡസ്ട്രി ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 3900, 3100 ലെവലിലായിരിക്കും. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് റിലയൻസ് ഇൻഡസ്ട്രീസ് ബോണസ് ഷെയർ 1:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോഴേക്കും അഗെയിൻ വി വിൽ സീ എ ലോട്ട് ഓഫ് വോളറ്റിലിറ്റി. റിലയൻസിനോടൊപ്പം തന്നെ ജിയോഫിനിന്റെ കാര്യം കൂടി ചോദിക്കുകയാണ്. ജിയോഫിൻ കഴിഞ്ഞൊരു സെഷനിൽ 3% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 359 എന്ന റേഞ്ചിലാണ് ജിയോഫിൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 2% ഒരു മുന്നേറ്റമാണ് ജിയോഫിനിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ജിയോഫിൻ ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കുന്ന ഒരു സ്റ്റാൻസ് എന്താണ്? ജിയോഫിനിന് നമുക്ക് ഇതേപോലെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ജിയോഫിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ റിലയൻസ് ഇൻഡസ്ട്രിയെ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ 362 രൂപ, ജിയോഫിന്റെ കേസിൽ 362 രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 370, അതിനെ തുടർന്ന് 380. 380ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ പുതിയതായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഇൻ ദ റേഞ്ച് ബിറ്റ്വീൻ 360-370. ബട്ട് അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 345 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ മിക്കവാറും സെഷനുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ആണ് ഡിഫൻസ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷനിലും ഞാൻ 1-2 ഡിഫൻസ് സ്റ്റോക്കുകൾ വ്യൂ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷകരുടെ ക്വറീസിലും ധാരാളം ഡിഫൻസ് സ്റ്റോക്കുകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഗാർഡൻ റീച്ചുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ആദ്യം ചോദിക്കുന്നത്. ഗാർഡൻ റീച്ചിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ ഒരു 0.5% നഷ്ടത്തിൽ 1698 എന്നൊരു റേഞ്ചിലായിരുന്നു സ്റ്റോക്ക് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു മാസത്തെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഓൾമോസ്റ്റ് ഒരു 7% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഗാർഡൻ റീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗാർഡൻ റീച്ചിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഗാർഡൻ റീച്ചിൽ കഴിഞ്ഞ 1-2 മാസമായിട്ട് നമുക്കൊരു നല്ല ഹെൽത്തി കറക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഗാർഡൻ റീച്ചിന്റെ കേസിൽ 1665 രൂപയ്ക്ക് അടുത്തൊരു നല്ല സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ആഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് ലെവല് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നാണ്.
നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഈ ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്നതിന് മുൻപ് തന്നെ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ബട്ട് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ റിസ്ക് അധികമായിരിക്കും ആൻഡ് സ്ട്രിക്റ്റ് ആയിട്ട് 1660 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി ലഭിക്കണമെങ്കിൽ 1800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 1800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത അടുത്ത റെസിസ്റ്റൻസ് 1900 ആയിരിക്കും. 1900 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കും. അതിനുശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം കണ്ടെയ്നർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2% മുന്നേറ്റത്തിൽ 911 എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ കണ്ടെയ്നർ കോർപ്പറേഷൻ ജൂൺ 4 അതായത് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന് 875 രൂപയിൽ നല്ല സപ്പോർട്ട് ഉണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല എളുപ്പത്തിന് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്നതിന് മുൻപ് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ബട്ട് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 875 ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ്. നമുക്കൊരു ലോ റിസ്ക് എൻട്രി സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 985 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 985 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രേക്ഷകരുടെ ക്വറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലത്തെ 1-2 പ്രേക്ഷകർ ഡിഫൻസ് സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിലൊരു പ്രേക്ഷകൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലെ വ്യൂ തന്നെ ചോദിച്ചിട്ടുണ്ട്. 2% നേട്ടത്തിലായിരുന്നു കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിലും ജൂലൈ മാസത്തിന് ശേഷം ഇതൊരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലോങ് പൊസിഷൻ നിലനിർത്തുക. 4100 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണുമെങ്കിൽ 4700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 4700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഭാരത് ഇലക്ട്രോണിക്സിന്റെ വ്യൂവും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷൻ 1% നേട്ടത്തിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 293 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. BLന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിലെ ബെയറിഷ്നെസ് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി വളരെ അധികമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 320 ആൻഡ് 320 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 2% നേട്ടത്തോടുകൂടി 287 രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ BHELന്റെ കേസിലെ വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. ആൻഡ് അതിനെ തുടർന്ന് ക്ലോസിംഗ് നിമിഷങ്ങളിൽ ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിച്ചു. സോ BHELന്റെ കേസിൽ ഓൾറെഡി ആ ട്രെൻഡ് റിവേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ഇതിന്റെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 295, അതിനെ തുടർന്ന് 305, അതിനുശേഷം 315. മറ്റ് സ്റ്റോക്കുകളുടെ വ്യൂ ചോദിക്കുകയാണെങ്കിൽ ജയ് ബാലാജി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 4% ഒരു നഷ്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1102 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ജയ് ബാലാജി ഒരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് 1200 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1070 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കും ഇടിവോട് കൂടിയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 288 രൂപയിലാണ് ക്ലോസ് ചെയ്തത്.
പ്രിയ, ലക്ഷ്മി ഓർഗാനിക്സിന് ഞാൻ വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഓഗസ്റ്റ് മാസത്തിൽ 240 രൂപയിൽ ഒരു നല്ലൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വി ഹവ് സീൻ എ നൈസ് മൂവ്മെന്റ്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 279 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു അപ്സൈഡിൽ ഒരു മൊമെന്റം കാണണമെങ്കിൽ 300 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഈസി ട്രിപ്പ് പ്ലാനേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. 4.5% നഷ്ടമാണ് കഴിഞ്ഞൊരു സെഷനിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ഈസി ട്രിപ്പിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ബുധനാഴ്ച വലിയൊരു ഗ്യാപ് ഡൗണോടെ ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് നടന്നിരുന്നു. അതിനെ തുടർന്ന് ഔട്ട്ലുക്ക് അല്പം ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സ്റ്റോക്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് തൻല പ്ലാറ്റ്ഫോംസിലുള്ള വ്യൂ ആണ്. തൻല പ്ലാറ്റ്ഫോംസിനെ സംബന്ധിച്ച് 2% നഷ്ടമാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. തൻലയിൽ അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും ഈ സ്റ്റോക്കിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാനിടയായി. സോ അറ്റ് ദിസ് മൊമെന്റ് നമ്മുടെ ഏറ്റവും നല്ല സ്ട്രാറ്റജി ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. 970 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. PC ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 5% നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ സെഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 169 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ PC ജ്വല്ലേഴ്സിലെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ജൂലൈ മാസത്തിൽ വെറും 45-50 രൂപയ്ക്ക് അടുത്തായിരുന്നു ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും ഒത്തിരി ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് അതിന്റെ ഒരു അപ്പർ സർക്യൂട്ട് ബ്രേക്കിന്റെ അടുത്തായിരുന്നു ക്ലോസ് ചെയ്തത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്ക് അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടുണ്ട്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 158 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ടാറ്റ സ്റ്റീലിലുള്ള വ്യൂ ആണ് ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1% നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ടാറ്റ സ്റ്റീലിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച തുടർച്ചയായിട്ട് 4-5 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നല്ല നേട്ടം കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. 155-160 ഈ ഒരു റേഞ്ചില് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. JK ടയേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1%-ലധികം നേട്ടത്തോടുകൂടി 433 രൂപയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. JK Tyres is a mid cap stock, and JK Tyres in the കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 460 കാണുന്നുണ്ട്. 460 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 415 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ജൂബിലിയൻ ഫാർമോവയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 1% നഷ്ടമാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1169 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ജൂബിലന്റ് ഫാർമയിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 50% നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ ഇത് 1242 അടുത്ത ഒരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 1118 രൂപയിലായിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല.
LIC ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ, LICയിലുള്ള വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1024 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. LICയിലെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ബട്ട് ലോങ് ടേം ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 980 രൂപയിൽ കാണുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 1080 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സീക്വൻസ് സയന്റിഫിക്കുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 13% ഒരു മുന്നേറ്റത്തിൽ 217 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സീക്വന്റ് സയന്റിഫിക് ഈസ് എ മിഡ് ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ജൂൺ മാസത്തിലായിരുന്നു അറൌണ്ട് 90 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും ഈ സ്റ്റോക്ക് നമുക്ക് 100% മുകളിൽ നേട്ടം നൽകി കഴിഞ്ഞു. അറ്റ് ദിസ് മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഈ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ക്യൂപിഡുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. ക്യൂപിഡിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 1.5% നഷ്ടത്തിൽ 83.03 എന്നുള്ളൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ക്യൂപിഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. ഈ ഒരു സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. CE ഇൻഫോ സിസ്റ്റംസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 3% നേട്ടത്തിലാണ് കഴിഞ്ഞൊരു സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. CE ഇൻഫോ സിസ്റ്റംസിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ കറക്ഷൻ കാണാൻ ഇടയായി. സ്റ്റോക്കിന് 1980 1960 ഈ റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2170. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ചെന്നൈ പെട്രോളിയവുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ നേരിയൊരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചെന്നൈ പെട്രോളിയം ജൂലൈ മാസത്തിന് ശേഷം ഒരു കറക്ഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി കാണുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 960 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1045 വേദാന്തയിലുള്ള വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ നേട്ടത്തോട് കൂടിയിട്ട് തന്നെയാണ് വേദാന്തയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 513 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. വേദാന്തയുടെ കേസിൽ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു നേട്ടം കാണാൻ സാധിച്ചു. അറ്റ് ദ മൊമെന്റ് ഈ കമ്പനിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്താൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബട്ട് പേഴ്സണലി ഈ ഒരു സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ ഐ എം നോട്ട് കംഫർട്ടബിൾ. സോ നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം ഇത് ട്രേഡ് ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ചമ്പൽ ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. 3% നേട്ടത്തോടുകൂടി 525 രൂപയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂൺ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഈ ഒരു കൺസോൾട്ടേഷനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ 555 560 ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ധാരാളം പ്രേക്ഷകരെ ക്വറീസ് വരുന്നുണ്ട്. നമ്മൾ മാക്സിമം ക്വറീസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ക്വറീസ് ഒക്കെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഏതായാലും മാർക്ക് പ്ലസിൻ്റെ ഒരു പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി.